മിണ്ടാതിരിക്കാനാ പറഞ്ഞേ. നീ ഇവിടുന്ന് എങ്ങോട്ട് പോവില്ല. ദേ നോക്ക്, നിന്നെ വെച്ച് ഇനി എന്റെ എല്ലാ കളികളും. നിന്നെ വെച്ച് ഈ കാട്ടിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ തട്ടിയെടുക്കും. എനിക്ക് വേണ്ടതും നിന്നോട് പറയേണ്ട ആവശ്യം ഇരിക്കില്ല. അത് ഞാൻ എടുത്തിരിക്കും. അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ നിനക്ക് നല്ലത്. ഒച്ചവും ബഹളവും ഉണ്ടാക്കാനാ പ്ലാൻ എന്നെങ്കിലേ നീ പുറലോകം കാണില്ല, കേട്ടില്ല? പുറത്തു പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്ങനെയെങ്കിലും സ്വർണ്ണനിധിയുടെ അടുത്ത് എത്തിയേ പറ്റൂ. മാജിക് ഹോളിലൂടെ പുറത്തു വന്ന എല്ലാത്തിനെയും കൊന്ന് കൊല വിളിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഈ കാട്ടിന്റെ അധീനതയിൽ എത്താൻ കഴിയുള്ളൂ. ജിന്നിനാക്കടി സയന്റിസ്റ്റ് രാജു, നിന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ഇവിടെ തൽക്കാലം ആരുമില്ല. പക്ഷെ ആരെയും വിശ്വസിക്കാൻ സയന്റിസ്റ്റ് രാജു ഒരുക്കുമല്ല. മാന്ത്രിക വലയം തീർക്കട്ടെ. ഇനി ഒരാൾക്കും ഇത് ഭേദിക്കാൻ കഴിയില്ല. അതെനിക്കറിയില്ല, പക്ഷെ ഒന്നുറപ്പാ, അവൻ നമ്മുടെ അടുത്ത് എവിടെയോ ഉണ്ട്. നിങ്ങൾ എല്ലാരും വാ, നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അവിടെ എവിടെയെങ്കിലും ഒളിച്ച് നമുക്ക് കാട്ടുമനുഷ്യരെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം. ശരി ശരി വാ.
നീ കുടുങ്ങിയല്ലേ? നീ എന്താടി വിചാരിച്ചേ? നീ എന്നെ ചുറ്റിപ്പറ്റി വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നോ? ഈ സയന്റിസ്റ്റ് രാജു മനസ്സിലാക്കാത്തതായി ഒന്നുമില്ല. ജിഞ്ചിന്നാക്കടി, നീ ആളും തരവും അറിയാതെ കളിക്കാൻ വന്നത്. ഇനി അവിടെ ആടി ഞാൻ എന്റെ ചെറുക്കനെ നോക്കി നടക്കണ്ട. നീ ഇങ്ങനെ കരയിലടി മൈന, എന്തെങ്കിലും പഴി ഉണ്ടാവും.